ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് ഇരമ്യാവ് എഴുതിയ പുസ്തകം, ഇരമ്യാവ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 24, 25 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണ്: ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ളൊരു ഹൃദയമുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് അരുളപ്പാട് അറിയിക്കുകയാണ്, നമുക്ക് ചില നേരങ്ങളിലൊന്നും ശാഠ്യമുള്ള ഹൃദയം, അതായത് ഞാൻ ഇങ്ങനെ പോകും എന്നൊരു ഹൃദയം, എന്താണ് അഹങ്കാരത്തോടുള്ളൊരു ഹൃദയം. അതായത് ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, സ്റ്റപ്പ് ഓൺ എന്ന് വായിക്കുകയാണ്. അതായത് ശാഠ്യം, ഞാൻ ഇങ്ങനെ പോകും, അതിന് വേറെ ഇതൊന്നുമില്ല, നമ്മുടേതായ രീതികൾ, ഞാൻ എന്ത് പറയാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല, അങ്ങനെ ഒരു സ്വഭാവമുള്ളവർ. പിന്നെ മത്സരം എന്ന് വെച്ചാൽ എൻ്റേതായ രീതി, എൻ്റെ ജീവിതം, അതായത് എന്ത് പറയാ, റെബല്യസ് ആയിട്ടുള്ള ക്യാരക്ടർ. അതായത് എൻ്റെ രീതികളെ ഞാൻ മാറ്റാൻ തയ്യാറല്ല, എൻ്റെ വഴികളെ ഞാൻ മാറ്റാൻ തയ്യാറല്ല, പകരം ഞാൻ എൻ്റെ രീതിക്ക്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്നൊരു ഹൃദയം. നമ്മൾ ചില സമയം അങ്ങനെ ആവാറുണ്ട്. ദൈവ വഴിയെ വിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു മത്സരിക്കുന്നൊരു ഹൃദയം നമ്മളിലെപ്പോൾ പലപ്പോഴായി വന്നു പോകാറുണ്ട്. അവർ ശഠിച്ച് പോയി കളഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ദൈവസന്നിധി വിട്ട് നമ്മൾ അഹങ്കരിച്ച്, നമ്മൾ നിഗളിച്ച്, ഞാൻ എന്തോ ആണെന്ന് ഭാവം നടിച്ച്, ഞാൻ പോകുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന് പോയി കളഞ്ഞ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം ഇവിടെ അരുളപ്പാട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയെന്നാൽ, നമ്മളും ചില നേരങ്ങളിൽ ദൈവത്തെ വിട്ട് അകന്നു പോകാറുണ്ട്. അതായത് ഞാൻ പോകുന്നതാണ് ശരി, എൻ്റെ ജീവിതം പോകുന്നത് ശരിയായ ട്രാക്കിലാണ്, ഞാൻ ജീവിക്കുന്നത് ശരിയായ രീതിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് നമ്മൾ പലപ്പോഴുമായിട്ട് പറയാറുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിന് കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മൾ ഹൃദയത്തിൽ ദൈവത്തെ ഭയപ്പെടണം. ഇതുവരെ കൊണ്ടെത്തിച്ചത് ദൈവമാണെന്ന ബോധം നമുക്കുണ്ടാകണം. ഒരു തിരിച്ചറിവ്, മഴ നൽകുന്നത് ദൈവമാണെന്നൊരു തിരിച്ചറിവ്, നമുക്ക് അനുദിന ശ്വാസം നൽകുന്നത് ദൈവമാണെന്നൊരു തിരിച്ചറിവ്, ആത്മീകവും ഭൗതികവുമായ നന്മകൾ നൽകി നമ്മെ വഴി നടത്തുന്ന ദൈവമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അടുത്തതായി, ദൈവഭയം അറ്റുപോയ ഹൃദയമുള്ളവരായിട്ടല്ല, ദൈവത്തെ ഭയപ്പെടുന്നവരായി നമ്മൾ മാറണം. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് ഒരു വാക്യം ഇങ്ങനെ പറയുകയാണ്, ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയേ കാരണം. അതായത് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ മാറിപ്പോകുവാൻ നമ്മൾ ദൈവത്തെ വിട്ട് അകന്നത് കൊണ്ടാണ്, ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ അകൃത്യങ്ങളാണ് അതിന് കാരണം. അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സം വരുന്നുണ്ടോ? നമ്മുടെ പല അനുഗ്രഹങ്ങൾ, പല ദൂതുകൾ കേട്ടിട്ടും പല വചനങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് വെളിപ്പെടാത്തതിന് കാരണം നമ്മുടെ ചില രഹസ്യ പാപങ്ങളാണ്, നമ്മൾ ദൈവത്തോട് ഏറ്റുപറയാത്ത ചില പാപങ്ങളാണ്, നമ്മുടെ തെറ്റായ ചില പ്രവണതകളാണ്. നമുക്കതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കാം, ശുദ്ധീകരണം പ്രാപിക്കാം, മടങ്ങി വരാം. ആ ഒരു അനുഗ്രഹത്തിൻ്റെ തടസ്സത്തെ നീക്കം ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.